മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ, അവരവിടുന്ന് സമാധാനിപ്പിക്കുകയാ. ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുവടാ പൊന്നുമോര്. ആ ഹുബൈബ് തങ്ങളോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറലാ ഇലാഹ ഇല്ലല്ലാഹ്, വിളിച്ചു പറയടാ ഹുബൈബ്, എന്റെ പൊന്നുമോനെ. കഴുകുമരത്തിൽ തൂക്കുകയറിന്റെ അകത്ത് ഹുബൈബ് കിടക്കുമ്പോ ആ മുഖത്തെ ചിരി കണ്ടിട്ട് ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയടാ പൊന്നുമോരി. അതുകൊണ്ട് നമസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ. വാപ്പാ കഷ്ടപ്പെടുന്നത് വെറുതെയല്ല. രോഗം പിടിച്ച് കിടന്നിട്ടും നീ നിസ്കരിക്കുന്നല്ലോ, ഇതിനല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഇതിനല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണേ സഹാബ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇങ്ങനെ നമസ്കരിക്കുന്ന വാപ്പാ നിനക്കാള് വേണ്ട, നിസ്കരിക്കുന്ന പെങ്ങള്, നിസ്കരിക്കുന്ന ഉമ്മ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. ഈ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാൽ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്റെ കൂടപ്പുറപ്പോ നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ ഒരാളും വേണ്ട. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കതാ റൂഹ് പിടിച്ചു, തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് മലക്കുകൾ കൊണ്ടുവച്ചു. ഇനി തൊണ്ടയിൽ നിന്ന് പിടിക്കാൻ പോവുകയാണ്. ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന അവസാന സമയം അതാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചെവിയിൽ പറയുകയാ, പറവാപ്പാ പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ പറഞ്ഞു തരും പെങ്ങളെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നമസ്കരിച്ച നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് മുത്തുനബി അവിടുന്ന് പറഞ്ഞു തരുമ്പോ ഇത് മൂന്നാമത്തെ പ്രതിഫലമാ, ഇത് മൂന്നാമത്തെ പ്രതിഫലമാ. നാലാമത്തെ പ്രതിഫലമെന്ത്? ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടക്കുകയാണ്, മയ്യത്തടിക്കാൻ അനുവദിക്കുന്നില്ല. ന്റെ മയ്യത്ത് അവിടെ തന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കുക, ഒരാളെയും അടുത്തു പോകാൻ വിടുന്നില്ല, കാവല് നിൽക്കുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവേ അവിടെ കടന്നു പുഴുത്ത് നാറട്ടെ എന്ന് പറഞ്ഞു മയ്യത്ത് അവിടെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാ. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. ഒരു മുത്തുനബി ചോദിച്ചു, ആരാ? എന്റെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? ഒരു സഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ, ഞാൻ പോകാൻ നബിയെ. ഈ സഹാബി ഇങ്ങനെ പോവാ. ഹുബൈബ് റളിയല്ലാഹു തആലാവിന്റെ മയ്യത്തഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ശത്രുക്കളൊക്കെ കാവല് നിൽക്കുന്നു, ശത്രുക്കളൊക്കെ കാവല് നിൽക്കുന്നു. അല്ലാഹുവേ, ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിങ്ങനെ ഓടി വരികയാണ്. ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണ് ചോദിച്ചു, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരൂ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വെട്ടിത്തരുവോ? ശത്രുക്കൾ ചോദിച്ചു, ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാണ്? ശത്രുക്കൾ ചോദിക്കാം, ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? മണിക്കൂറുകളായി ഇവന്റെ തല നിനക്ക് എന്തിനാ? ഈ പെണ്ണ് പറഞ്ഞു, അവന്റെ തല വെട്ടിപ്പൊളിച്ച് ആ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. ഇവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കണേ. ആരാ വെട്ടിത്തരുന്നത്? വെറുതെ വേണ്ട, ഇവന്റെ തല വെട്ടിത്തരുന്നവന് എന്റെ ശരീരം ഞാൻ തരും. ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് എന്റെ ശരീരം ഞാൻ തരും, എന്റെ കൂടെ കടന്ന് സുഖിക്കാനുള്ള അവസരമാണ്. അല്ലാഹുവേ, ഊരിപ്പിടിച്ച വാള് കൊടുത്തുകൊണ്ട് ഓടുക, ഊരിപ്പിടിച്ച വാളും എടുത്തുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല വെട്ടാൻ പോയതാ എല്ലാവന്മാരും കൂടെ. ഈ സഹാബി പറയുന്ന, ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നടക്കുന്നത് എന്താണെന്നൊന്ന് കാണണമല്ലോ.
മരത്തിന്റെ മുകളിലോട്ട് കയറുമ്പോ ഈ വാളും പിടിച്ചു പോയവന്മാര് മുഴുവനും ജീവൻ പറടക്കി. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കബറടക്കി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മരിക്കുന്ന സമയത്ത് അവസാനത്തെ മോഹം ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കബറടക്കിയത് ആരാടാ ചെറുപ്പക്കാരാ? നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്ന പൊന്നുമക്കളെ, ഒരു ദിവസം നിന്റെ വീട്ടുകാര് നിന്നെ താങ്ങിയെടുത്തു, വീടിന്റെ പുറകിൽ കൊണ്ട് കിടത്തി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ ചൂടുവെള്ളത്തിൽ നിന്നെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ഉളുവെടുപ്പിച്ചു. അവസാനം വീടിന്റെ അകത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുപോയി നിന്നെ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ടല്ലോ സുഗന്ധം തേച്ച കുറച്ചു പഞ്ഞി എടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങള് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, എന്റെ വീട്ടുകാര് മുഴുവനും എന്നെ കുളിപ്പിച്ചു കൊണ്ടുപോയി വീടിന്റെ അകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് കുറച്ചു പഞ്ഞികൾ എടുത്ത് എന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ വെച്ചു. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് എണ്ണയെടുത്തു പൊതിഞ്ഞെടുത്തു മയ്യത്ത് കട്ടിലേക്ക് എടുത്തു മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനാസ കൊണ്ടുപോകുമല്ലോ, നമ്മുടെ ജനാസ കൊണ്ടുപോകുമല്ലോ. നമസ്കരിക്കുന്ന വാപ്പാ, നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളി തികയില്ലടാ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന്. ഇവിടത്തെ പള്ളിയിൽ സ്ഥലമില്ലടാ മോനെ. 5 വഖത്ത് നിസ്കരിച്ച ഉമ്മ, ഇവിടത്തെ പള്ളിയിൽ സ്ഥലമില്ല. കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. അത്രയ്ക്ക് തിരക്കാ, അത്രയ്ക്ക് തിരക്കാ. നിന്റെ മയ്യത്ത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എംപിയോ MLAയോ വരുന്നത് കൊണ്ടല്ല. പിന്നെ പള്ളിയും പരിസരവും നിറയാനുള്ള കാരണം എന്തെന്നറിയോ? വരുന്നതാരെന്നറിയോ? നമസ്കരിക്കുന്നവരുടെ മയ്യത്ത് കബറടക്കാൻ വരുന്നതാരെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം കാണാത്ത, പാപം പറയാത്ത, പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വരുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ 70,000 മലക്കുകള് ഈ പള്ളിയും പരിസരവും നിറയുകയാണ്. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, നിന്നെ കബറടക്കാൻ. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാടാ മരണമെന്ന് പറയുന്നത്. വെറുതെ മരിച്ചാ പോരാ, മരിക്കുമ്പോഴും VIP ആയിട്ട് മരിക്കണമടാ ചെറുപ്പക്കാരാ. വമിനന്നാസി മയ്യശിരീ നഫ്സഹു ബതിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അതിനാണ് മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. ഉറങ്ങല്ലേ പെങ്ങള്, ഉറങ്ങല്ലേ ഉമ്മ. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. 2 നല്ല മരണമാ. 3 മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. 4ാമത്തെ പ്രതിഫലം എന്ത്? 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് കബറടക്കാൻ വരികയാണ്. ഉപൈബദങ്ങളെ കബറടക്കിയത് മലക്ക്
മലക്കുകളായിരുന്നു. അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ ഞങ്ങൾക്കൊരു നല്ല മരണം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, കൈകെട്ടിയിരിക്കല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ ഹദീസ് നിനക്ക് ഓർമ്മ വരട്ടെ, മുത്തുനബി പറഞ്ഞ ഹദീസ് ഓർമ്മ വരട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോക്കോ. ആ സമയത്ത് 1000 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കൊടുക്കുന്നതാ. 2 കിഡ്നിയും തകർന്നു പോയി, മാറ്റിവെക്കാം 30-35 ലക്ഷം രൂപയാണ്. ആ സമയത്ത് 500 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു ദുആ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കൊടുക്കുന്നതല്ലേ. അസ്സദഖത്തു റത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നിന്റെ നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് കോടിക്കണക്കിന് രൂപ ഇടണ്ട. ഒരു 10 രൂപ ഇഖ്ലാസോട് കൂടിയിട്ടാ നിന്റെ ക്യാൻസർ മാറുമല്ലോ, നിന്റെ കിഡ്നിയുടെ രോഗം മാറുമല്ലോ, നിന്റെ സർവ്വ രോഗങ്ങളും മാറുമല്ലോ, സർവ്വ സിഹറുകളും പോകുമല്ലോ, സർവ്വ മുസീബത്തുകളും പോകുമല്ലോ, സർവ്വ ദുരന്തങ്ങളും പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖയെടുക്ക് എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹ് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മനസ്സ് മറക്കരുത്, ഒരാളും മടി കാണിക്കരുത്. ഒരു സദഖ എടുക്കടാ പൊന്നുമോനെ. ആക്സിഡന്റ് പറ്റിയ കൈകാലുകൾ മുറിച്ച് കിടക്കുന്ന അവസ്ഥ പരിതാപകരമാ. അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു അപകടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ഇട്ടാ അല്ലാഹ് നിന്നെ രക്ഷിക്കപ്പെടാ. ചെറുപ്പക്കാരാ, പെങ്ങള്, നൊന്തു പ്രസവിച്ച മക്കളുടെ മയ്യത്ത് കാണുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമാ. ഒരു ഉമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത പ്രയാസമാ. പടച്ചവര്, അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ 10 രൂപയ്ക്ക് കഴിയും പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ഇട്ടോ. കരുണക്കടലായ അല്ലാഹ് ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്യുന്നവര് നീ കൈവിടല്ലേ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് കൈകെട്ടിയിരിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളതിൽ പങ്കുകൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ വന്നിട്ട് വീട് വിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ 10 രൂപ കൊടുത്ത് ആ രോഗം അങ്ങ് ശിഫയാക്കുന്നതിലല്ലേ. കിഡ്നിയുടെ രോഗം മാറ്റാൻ, നിന്റെ ശരീരത്തിലെ മുഴ മാറാൻ, ട്യൂമർ മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഈ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും വിട്ടിട്ട് അല്ലാഹുവേ ഈ ബർക്കത്ത് കൊണ്ട്, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം ശിഫയാക്ക്, എന്റെ എല്ലാ മുസീബത്തുകളും മാറ്റിത്ത. മനസ്സറിഞ്ഞിട്ട് സദഖ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു തന്നെ തിരഞ്ഞെടുക്കട്ടെ. പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നിസ്കാരം സുജൂദുകൾ അധികരിപ്പിക്കും, സുജൂദുകൾ അധികരിപ്പിക്കും. ഫർദ് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്. ഇല്ല, സുന്നത്ത് നമസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ എന്തിനാ പിന്നെ അള്ളാഹ് അത് വെച്ചിരിക്കണേ? നിസ്കരിക്കാനല്ലേ. സുന്നത്തുകൾ പിന്നെ എന്തിനാ? നമസ്കരിക്കാനാ. അത് ഉസ്താദിനും പള്ളിയിലെ മുഅദ്ദിനും പ്രായമുള്ളവർക്കുള്ളതല്ല, എല്ലാത്തിനും നിസ്കരിക്കാനുള്ളതാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദ് സുന്നത്തല്ലേ ഉസ്താദ്? എന്റെ സുന്നത്ത് നിനക്ക് അത്ര ചെറുതായി പോയോ? സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എത്ര കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി? ഒരു സുന്നത്ത് നമസ്കരിച്ച 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നമസ്കാരത്തിന്. നിസ്കരിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ചിലര് പൊക്കൂല, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണെന്ന് കരുതിയിട്ടല്ല. ഇന്നിന് നിസ്കരിക്കാൻ പറ്റൂല, നാളെയേ പറ്റൂ. ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നാളെയെ നിസ്കരിക്കാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ, നിസ്കരിക്കോ, നിസ്കരിക്കോ. ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്ക, ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്കയുടെ പേരെന്താ? ഇസ്മായിലിക്ക. ഇങ്ങോട്ട് നോക്കിക്കേ. ഇസ്മായിലിക്കായ്ക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാ. ഇസ്മായിലിക്കാടെ മോളെ കെട്ടിക്കാനോ വീട് കെട്ടാനോ അല്ലല്ലോ, സമാധാനത്തിൽ നിന്ന് മേടിച്ചിട്ട് പോ. അവിടെ നിക്ക് 2 മിനിറ്റ് എടുത്തിടട്ടെ. അങ്ങനെയെങ്കിൽ അവനൊന്ന് സ്വർഗത്തിൽ പോട്ടെ നിങ്ങളെ കൊണ്ട്. ഇൻഷാ അല്ലാഹ് സമാധാനത്തിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇസ്മായിലിക്കായ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിക്കോ? കേട്ടിട്ട് തീരുമാനിക്കും, നിസ്കരിക്കണോ വേണ്ടയോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്. 6 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എത്ര റക്അത്ത്? 6 റക്അത്ത്. 2 2 2 കുല്ലി യാ അയ്യുഹൽ കാഫിറൂൻ, ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹ്, ഫലക്, നാസ്. ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 2 2 ഇങ്ങനെ ഒരു 6 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ചെറുപ്പക്കാർ വിചാരിച്ചിരിക്കുന്നത് ഈ വാപ്പ എന്താ തറാവി നിസ്കരിക്കണമെന്ന് ചോദിക്കാറില്ല. ഇപ്പത്തെ തലമുറ നിസ്കരിക്കൂല, ഇപ്പത്തെ ആൾക്കാർ നിസ്കരിക്കൂല. പഴയ ആൾക്കാർ മുഴുവനും മുടങ്ങാതെ നിസ്കരിക്കും അവ്വാബി നമസ്കാരം. ആ നിസ്കാരം നിസ്കരിച്ച 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? എന്നെങ്കിലും ഒരിക്കൽ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ വയല് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹു എനിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിസ്കാരം അധികരിപ്പിക്ക്, സുന്നത്തുകൾ അധികരിപ്പിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്. ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അള്ളാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി 4 കാര്യമുണ്ട്. ഇനി 4 കാര്യമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞു തീർക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 4 പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് അള്ളാഹു അവസരം നൽകിയാൽ ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടി ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യണം, പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാണുന്ന മദ്രസ അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു മദ്രസ. 1,30,00,000 രൂപ ചെലവഴിച്ചിട്ടായി മദ്രസ പണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ 30 ലക്ഷം രൂപ കടത്തില. ഇവിടെ ക്ലാസ് തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, 30 ലക്ഷം രൂപ കടമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസയുടെ കടം വീട്ടാൻ
ഈ മദ്രസയുടെ കടം വീട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനൊന്ന് കടം കൊടുക്കാൻ പറ്റുമോ? വേറെ ആർക്കും കൊടുക്കണ്ട, കമ്മിറ്റിക്കാർക്ക് കൊടുക്കണ്ട, അള്ളാഹുവിന് കടം കൊടുക്കാൻ പറ്റുമോ? അള്ളാഹിക്ക് കടം കൊടുത്ത അള്ളാഹു പകരം സ്വർഗം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പറയുകയാ, എനിക്ക് ആരെങ്കിലും കടം തരുമോ? എനിക്കാരെങ്കിലും കടം തരുമോ? ഞാൻ സ്വർഗം തരാം. ഈ കാണുന്ന മദ്രസ, ഈ മദ്രസയുടെ ഈ പണി കഴിഞ്ഞിരിക്കുന്ന ഈ മദ്രസ ഒരു കമ്മിറ്റിക്കാരന്റെയും കുടുംബ സ്വത്തല്ല, ഇത് വഖഫ് സ്വത്താ. അള്ളാഹുവിന്റെ പള്ളിയുടെ അല്ലേ വഖഫ്, പള്ളിയുടെ സ്വത്താ. അള്ളാന്റെ വീട്, അള്ളാടെ ഈ കാണുന്ന ഭൂമി, ഇതിന്റെ അധികാരം പറഞ്ഞു ഒരുത്തന് ഇവിടെ വരാൻ പറ്റൂല. ബാബരി മസ്ജിദൊക്കെ വന്നതുപോലെ വരാൻ പറ്റുമോ നിങ്ങൾ വിചാരിച്ച? നമുക്കൊക്കെ ബാബരി മസ്ജിദ് പോയപ്പോ അല്ലോ ഇത് കൊണ്ടുപോയെന്ന്. ഇവിടെ തന്നെയല്ലേ ജീവിക്കണേ? കാണാം, നമ്മൾ ഇവിടെ തന്നെയല്ലേ, നമുക്ക് കാണാം. അള്ളാടെ ഭൂമി അള്ളാഹ് ആർക്കാ കൊടുക്കുന്നത് നമുക്ക് കണ്ടറിയാം. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാനാ അള്ളാഹ് പറഞ്ഞു. ഈ കത്തണ എന്തിനെന്നറിയോ? ഈ കത്തണത് ആദ്യം വന്നിട്ട് പടച്ചവനെ മുത്തലാഖ്, തലാഖിൽ കൈവച്ചു, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ കൈവച്ചു, പെണ്ണുങ്ങളെ പള്ളിക്കകത്ത് കയറ്റണമെന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കുന്നു. ബാബരി മസ്ജിദ് എടുത്തോട്ടെ, നമുക്കെന്താ എടുത്തോട്ടെ. പക്ഷേ ആളുന്നത് അണയാനാണെന്നുള്ളതാ, അതാരും മറന്നു പോകരുത്. ആളണ തീ പെട്ടെന്ന് അണയും, പതുക്കെ കത്തണ തീ നല്ലതുപോലെ കത്തും. ഇത് വെറുതെ പറഞ്ഞതല്ല. ആളുന്നത് മോനെ അള്ളാഹ് അങ്ങ് പന പോലെ വളർത്തും. അള്ളാരെന്നറിയോ? പന പോലെ വളർത്തും. കൊണ്ടുപോയി 50-ാം നിലയുടെ മുകളിൽ നിന്ന് ഒരൊറ്റ ഇടല. ആ ഇടല് കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് കാണാൻ ചങ്ങാതിമാരെ, അള്ളാഹിന് വേണ്ടി അള്ളാഹിന്റെ ഭൂമി പടച്ചവനറിയാം, അള്ളാഹിക്കറിയാൻ നോക്കാൻ നമ്മൾ ബേജാറാവണ്ട. മിണ്ടാതെ ക്ഷമിച്ചിങ്ങനെ നടന്നാ മതി. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ കാണുന്നത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഇത് അള്ളാന്റെതാ, ഇത് വഖഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾക്കറിയാം, വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അതിന്റെ ഒരു സൈഡ് മുഴുവനും തകർന്നുപോയി. അവസാനം എങ്ങനെയെങ്കിലും അതിന്റെ പണിയൊന്ന് ക്ലിയർ ആക്കണമെന്ന് കരുതിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും മറിച്ചിട്ടെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കടത്തിലാണെങ്കിലും ഈ മദ്രസ കെട്ടിവെച്ചിരിക്കുകയാ. ഇനി ഈ കടം വീട്ടേണ്ട ബാധ്യത നിങ്ങളുടെതാ, നിങ്ങളുടെതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 30 ലക്ഷവും നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലൊക്കെ കാണും, അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും കാണും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കടം വീട്ടാൻ, ഇതിന്റെ കടം വീട്ടുന്നതിന് വേണ്ടി പടച്ചവനെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ ഈ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എപ്പം കൊടുക്കാനാ? പടച്ചവനെ, ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ പിന്നെ ഈ ഭൂമിയിൽ നിനക്കൊരു സ്ഥലത്തും വസ്തു വാങ്ങാൻ അവകാശമില്ല, വിൽക്കാൻ അവകാശമില്ല. നീ സമ്പാദിച്ചു വെച്ചത് മുഴുവനും ഗവൺമെന്റ് ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ സർവ്വതും എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് പലരും കിനാവ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. പക്ഷേ ആര് വേണമെങ്കിലും എന്തു വേണമെങ്കിലും എടുത്തുകൊള്ളട്ടെ. പക്ഷേ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ നിനക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ ചെറുപ്പക്കാരാ? പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകുമ്പോ അവസാനം ഇവിടത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ 6 അടി മണ്ണിന്റെ അകത്ത് നിന്നെ കൊണ്ടിറക്കി വെക്കുമല്ലോ. അല്ലാഹുവേ, ഇന്നും ഞാൻ ജുമാ നമസ്കാരം കഴിഞ്ഞു. പടച്ചവനെ, എനിക്ക് എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയി അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ അവിടെ ഒരു ഖബർ കുടിച്ചിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പടച്ചവനെ, എന്നെ വല്ലാതെ സ്നേഹിച്ചൊരു പിതാവിന്റെ മക്കള് പറഞ്ഞു, ഉസ്താദെ ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യാൻ. ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ട് വരുമ്പോ ആ പള്ളിക്കാട്ടിൽ ഒരു ഖബർ കുഴിച്ചിട്ടിരുന്നു. ഞാൻ ഇന്ന് അതിനകത്ത് ഇറങ്ങി. ഇന്ന് ഞാൻ ആ ഖബറിന്റെ അകത്ത് ഇറങ്ങി. കാരണം മുത്തുനബി പറഞ്ഞു, ഖബർ സിയാറത്ത് ചെയ്, അത് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഞാൻ ഇങ്ങനെ നിന്ന് പടച്ചവനെ ആ കുഴിച്ചിട്ടിരുന്ന ഖബറിന്റെ അകത്ത് ഞാനൊന്ന് ഇറങ്ങി നിന്നു. അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് പോകണം, ഇടയ്ക്കിടയ്ക്ക് പോകണം. പറ്റുമെങ്കിൽ ഒന്ന് കടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആ ഖബറിന്റെ അകത്തൊന്ന് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് കിടന്നു നോക്കണം, നല്ലതല്ലേ? ശീലമാകണ്ട ഇതൊക്കെ. എന്തായാലും പോണമല്ലോ.
എന്തായാലും ഒരു ദിവസം നമ്മളൊക്കെ പോകണമല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യും. പള്ളിപ്പറമ്പിൽ മുത്തുനബിയോട് ഒരു സഹാബി ചോദിച്ചു, റബ്ബി അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ നന്നാവാൻ ഒരു വഴി പറഞ്ഞതാ, പോയിട്ട് ഖബറും കാട്ടി പോകാനാ പറഞ്ഞത്. പള്ളിക്കാട്ടി പോമോനെ, ഉമ്മമാരെ, പെണ്ണുങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒന്ന് കേറണം കേട്ടാ. മുത്തുനബിയാ പറഞ്ഞേ, നിന്നെ പോലെ സ്വർണ്ണം വിട്ടുകൊണ്ടിരുന്ന ഒരു പെണ്ണ് മരിക്കുമ്പോ അവളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കയറ്റുമ്പോ നീയും കൂടെ കേറി നോക്കണം. സുബ്ഹാനല്ലാഹ്, എല്ലാ ഊരി എടുത്തിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം 11:30 ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരോട്, അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസയുടെ കടം വീട്ടാൻ നിന്നെ കൊണ്ടെന്തു പറ്റും, നിങ്ങളെ കൊണ്ടെന്തു പറ്റും, അത് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. മരിക്കുന്നതിന് മുമ്പ് അസ്റഫുൽ ഖൽഖായ മുത്തുനബിയെ ഒന്ന് കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹണ്ട ഉണ്ടെങ്കിൽ ആ കസേര എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ വാ. ആഗ്രഹമുള്ളവരൊക്കെ ഇനി ഫ്രണ്ടിലോട്ട് വാ. ഞാൻ പറഞ്ഞുതരാം ഒരു വഴി. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. പെട്ടെന്ന് വന്നു. എഴുന്നേക്ക് കാക്ക. ഇങ്ങോട്ട് വാ. പുറത്തിക്കണവരൊക്കെ നിർത്തി, ഞാൻ നിർത്തി, വാ. കഴിഞ്ഞു. വാ. അൽഹംദുലില്ലാഹ്. ആ 3 ചങ്ങാതിമാര് നിട്ടുവാണോടാ, 3 ഇറങ്ങും. ഇങ്ങോട്ട് കയറി. സംഘാടകരൊക്കെ കയറിക്കോ. ഇൻഷാ അല്ലാഹ്. പോണ്ടതൊക്കെ പോ. താത്തമാരൊക്കെ മുകളിൽ ഇരിക്കണവരെന്താ VIP കളാ. സ്ഥലം ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങിക്കോ. ഇൻഷാ അല്ലാഹ്. എല്ലാരും ഫ്രണ്ടിൽ കസേര ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് വാ. അല്ലാഹ് പടച്ചോനെ, ഇങ്ങോട്ട് കയറിയിരിക്കറോ. വാപ്പ ഇങ്ങ് കയറി. വാപ്പ നിങ്ങൾ കയറിയ പുറകെ ഇരിക്കണം. മലക്ക് കയറും. വാ, നിങ്ങൾ കയറി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ ഫാൻ നിർത്തിയ ഇനി കുറച്ചു നേരം ഓഫാക്കിയ സൗണ്ട് അങ്ങ് തീരുമല്ലോ. ആ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന അനിയ ഇരിക്കടാ മോനെ, എവിടെങ്കിലും ഇരുന്നോ, നീ അങ്ങ് ഇരുന്നോ. കസേര ഇല്ലെങ്കിൽ കുഞ്ഞിനെ തോളിയെടുത്തോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയെ കാണണോ? ആഗ്രഹമുണ്ടോ? പറയറോ? ആഗ്രഹമുണ്ടോ? ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ മദീനത്ത് പച്ച കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി നിന്റെ കൂരയിൽ ഇങ്ങോട്ട് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീ അങ്ങ് വരെ പോണ്ട. പൈസ മുടക്കി മടിയില്ലേ അവിടെ വരെ പോവാൻ. പൈസ മുടക്കിയിട്ട് അവിടെ വരെ പോകാൻ നമുക്ക് മടി. എന്നാ അവിടെ കിടക്കുന്ന മുത്തുനബി നിന്റെ വീട്ടിൽ വരും. ഈ ആയത്ത് ഈ നാളെ മുതൽ ഓതാൻ തുടങ്ങും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിനക്ക് ഇൻഷാ അല്ലാഹ് പറയാൻ മടി ലേ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. അല്ലാഹു അഅലം. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയെ സ്വപ്നം കാണണമെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതാ മനസ്സുള്ളവരൊക്കെ കൈപൊക്ക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ വഴുത് നിർത്തുകയാണ്. വഴുതുകൾക്ക് കുറവൊന്നുമില്ല. ആവശ്യത്തിനും ഒരുപാട് വഴുതുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന ഈ മദ്രസയിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ഫാത്തിഹ ഓതൂല്ലേ? ഇത് പറയാൻ മടിയെന്താ? ഓതൂല്ലേ? പിടുന്ന സമയത്ത് ഒരു 3 സ്വലാത്ത് പറയൂ. ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്? ഉസ്താദ്, ബിൽഡിങ്ങിന്റെ പണി കഴിതല്ലോ, ഇനി കടവല്ലേ? നിനക്ക് കിട്ടും വാപ്പാ. ഈ പള്ളി മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി 1 രൂപ നീ കൊടുത്തിട്ടുണ്ടോ? ആ സ്വലാത്തിന്റെയും ആ ഫാത്തിഹയുടെയും പ്രതിഫലം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളിയാഴ്ച ഒഴികെ, അന്ന് മദ്രസയിലല്ല, വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 ഫാത്തിഹ 6 സലാത്ത്. അതിന്റെ പ്രതിഫലം ഈ ബിൽഡിംഗ് നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ ഖബറിലേക്ക് ഒഴുകി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇവിടെ നിന്നുള്ള പ്രതിഫലം എല്ലാ ദിവസവും നിന്റെ ഖബറിലെത്തും. അതുകൊണ്ട് സഹോദര, നീ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിന്റെതാ അല്ല. മനസ്സിലാക്കേണ്ടത്, എന്റെ സമ്പാദ്യം ഏതാണെന്നറിയാം? എന്റെ സമ്പാദ്യം ഞാൻ ഇന്ന് വരെ ആർക്കൊക്കെ ഞാൻ സദഖ കൊടുത്തിട്ടുണ്ടോ അത് എന്റെ സമ്പാദ്യം. വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്റെ സുമയ്യയ്ക്കും എന്റെ 2 മക്കൾക്കും ഉള്ളതാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇന്ന് രാത്രി മരിച്ച ഇത്രയും കാലം എന്റെ ജോലി എന്റെ പെണ്ണുപിള്ളയുടെയും മക്കളുടെയും സമ്പത്ത് സൂക്ഷിപ്പ് ATM ഞാനതാ. ഞാൻ എന്റെ വീടിന്റെ ATM. ഞാൻ എന്റെ വീടിന്റെ ATM. നിങ്ങളും ഒരു വീടിന്റെ ATM. സഹോദരങ്ങളെ, വെറും ATM ആയി മാത്രം ഇരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാനും മക്കളെ വളർത്തുന്നുണ്ട്, നിങ്ങളും മക്കളെ വളർത്തുന്നുണ്ട്. പടച്ചവനെ മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന വാപ്പ, ഇത്രയും കാലം നീ ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? നിന്റെ മോനും മോക്കും വേണ്ടിയല്ലേ? ഭാര്യ, മക്കൾ, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർക്ക് ഇത്രയും കാലം ജീവിച്ചു. എന്ന ഈ ഇരിക്കണ വാപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ച ഈ പറയുന്ന മോൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മയ്യത്ത് കുളിപ്പിക്കും? വാപ്പ മരിച്ചാൽ വാപ്പ നീ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്ക്, ഞാൻ നിന്റെ വളർത്തു മകൻ. നീ ചിന്തിക്ക്, ഞാൻ മോനെ പോലെ ചോദിക്കാം. നീ ചിന്തിക്ക്, നീ ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ മയ്യത്ത് ഇന്ന് രാത്രി നിന്റെ വീടിന്റെ പുറകിലേക്ക് എടുത്ത് കുളിപ്പിക്കാൻ വെക്കുമ്പോ ഇത്രയും കൊല്ലം നീ വളർത്തിയ നിന്റെ മകൻ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ ഇല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ചിന്തിക്കും, ഉമ്മ നിന്റെ മയ്യത്തെടുത്ത് വെച്ച നിന്റെ മോള് കുളിപ്പിക്കാൻ കൂടുപോയില്ലേ? നിന്റെ മയ്യത്ത് നാളെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ഇവിടത്തെ ഖതീബ് ഉസ്താദ് ഇമാമത്ത് നിൽക്കണോ അതോ നിന്റെ മോൻ നിൽക്കോ? പിന്നെന്തിനാ ഒരുത്തനെ വളർത്തി? ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് ഒരുത്തനെ വളർത്തിയത് പള്ളിയിലെ ഖതീബ് ഇമാമത്തിക്കാൻ. പിന്നെന്തിനാ നീ പെറ്റത്? നീ എന്തിന് ഇത്രയും കാലം ഒരുത്തനെ വളർത്തി? മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോലും അറിയാത്ത ഒരു മകനെ നീ എന്തിനു വളർത്തി? പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് വന്ന് കാണാതെ ഒരു യാസീൻ ഊതിയിട്ട് നിനക്ക് ദുആ ചെയ്തിട്ട് സ്വർഗം കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ അറിയാത്ത ഒരുത്തനെയാ വളർത്തിയതെങ്കിൽ നാണമില്ലേ വാപ്പ? നീ ചിന്തിക്ക്, ഈ 30, 40, 50 കൊല്ലം നീ പട്ടിണി കിടന്ന് നിന്റെ ആയുസ് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരുത്തനെയാ വളർത്തിയതെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനമുണ്ട്? നീ മരിച്ച വാപ്പാടെ ഖബർ എവിടാണെന്ന് ചോദിച്ചാൽ പോലും ഇന്നത്തെ മക്കൾക്കറിയില്ല. സഹോദര, അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വരും. നിങ്ങൾക്ക് വേണ്ടി, എനിക്കല്ലല്ലോ. ഇത് നിങ്ങളുടെ നാട്ടിലെ മദ്രസ. ഈ മദ്രസയ്ക്ക് നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. കൊടുക്കാത്തവന്മാരുടെ മുഴുവനും പോകും. സക്കാത്തും സദക്കയും കൊടുക്കാത്തവന്റെ സമ്പാദ്യം 7 രീതിയിൽ നശിക്കുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എഴുതി വെച്ചോ. അബൂബക്കർ തങ്ങളാ പറഞ്ഞേ, സദക്കയും സക്കാത്തും കൊടുക്കാത്തവന്റെ സർവ്വതും പോകും വാപ്പ. വല്ലവനും കൊടുക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, മോളെ, മാ നീ പറയും, മാ പ്രസവത്തിന് മരണവേദനയാണ്. മാ അതിനേക്കാളും വലിയ വേദനയാവും മരണവേദന. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മുത്ത് നബിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 വൈകുന്നേര സമയത്ത് പ്രവാചകൻ പെട്ടെന്ന് ആയിഷ ബീവിയെ വിളിച്ചു. ആയിഷ, ഓടി വാ ആയിഷ. തന്റെ ഭാര്യ അടുത്തേക്ക് ചെന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്നകത്തിരിക്കുന്ന സമയത്ത് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവോട് ഞാൻ എന്ത് പറയും? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഇത് പാവങ്ങൾ കൊണ്ടുകൊടുക്ക ആയിഷ. പറഞ്ഞു വിട്ടു ആയിഷ ബീവി. എന്നാൽ അന്ന് രാത്രി റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല വാപ്പ, എണ്ണയില്ലാത്തത് കാരണം. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് ആരോ വന്ന് സലാം പറയുന്നു. മുത്തുനബിയുടെ കുടുംബമേ, ഒന്ന് വാതില് തുറക്കുവോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് പോയിട്ട് പറഞ്ഞു, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്ക, എന്റെ ഉപ്പാന് സുഖമില്ല, ഒട്ടും വയ്യ, ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് പിന്നെങ്ങാണോ ഒന്ന് വാ. പറഞ്ഞു വിട്ടു. പക്ഷേ വാതിലൂടെ പറഞ്ഞത്, രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കിട്ടും. അപ്പോഴും ഫാത്തിമ ഇത് തന്നെ പറഞ്ഞു, എന്റെ ഉപ്പ തളർന്ന് കിടക്ക, വേദന സഹിക്കണം, എന്റെ ഉപ്പായിക്ക്, നിങ്ങൾ ശല്യം ചെയ്യാതെ പോയിട്ട് പിന്നെ വാ. പക്ഷേ മൂന്നാമതും സലാം കേട്ടപ്പോ മുത്തുനബി തന്നെ പറഞ്ഞു, മോളെ ഫാത്തിമ, വാതില് തുറക്കുമോളെ.
ആരാ വന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം മുത്തി നബിയുടെ മുന്നിൽ കടന്നു വന്നു. പ്രവാചകൻ ചോദിച്ചു, എന്നെ കാണാൻ വന്നതാണോ? അല്ല നബിയെ, അങ്ങ് അനുവാദം തന്നാ കൊണ്ടുപോകാൻ വന്നതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുത്തു. കാലിന്റെ വിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങി. പ്രവാചകൻ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ. അള്ളാന്റെ റസൂല് കരയാൻ തുടങ്ങി. തിരിഞ്ഞു മറിഞ്ഞും കിടക്കും. കരയുക മാത്രമല്ല, ആ റൂഹ് പിടിക്കുന്ന മലക്കിനോട് പോലും ചോദിച്ചു, ഒന്ന് പതുക്കെ പിടിക്കൂ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മരണവേദന താങ്ങാൻ പറ്റുന്നില്ല. അസ്റായീലേ, വല്ലാത്ത വേദന, ഒന്നും മയം കാണിക്കോ, എന്നോടൊന്ന് കരുണ കാണിക്കുമോ? ആ മലക്ക് പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്കിതിനെക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയെ, ഇതിനെക്കാളും എങ്ങനെ പിടിക്കേണ്ടെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേക്കും, കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. തന്റെ ഭാര്യയും മകളും വെള്ളത്തിന്റെ അകത്ത് തുണി മുക്കിയിട്ട് മുത്തുനബിയുടെ ശരീരം മുഴുവനും തുടച്ചു കൊടുക്കാം. പ്രവാചകൻ പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരി മുഖത്തൊഴിക്കുക, വേദന സഹിക്കാൻ പറ്റാതെ. അള്ളാഹുവെ, പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദി ആയിഷ ബീവി റളിയല്ലാഹു തആല. 16-18 വയസ്സേ ഉള്ളൂ ഉമ്മ. മുത്തുനബി വഫാത്താകുമ്പോ മുത്തുനബിയുടെ ഭാര്യ ആയിഷയുടെ പ്രായം 18-16 വയസ്സാ. മുത്തുനബി ആയിഷയുടെ മുഖത്ത് നോക്കി. മക്കള് പോലും ഇല്ല. സാധന ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. നിന്നെ പോലെ പ്രസവ വേദന ഒന്നും ആയിഷ ബീവി അനുഭവിച്ചിട്ടില്ല. മുത്തുനബിയുടെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ ആ ആയിഷ എന്ന തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി പറഞ്ഞു കൊടുത്തു, ആയിഷ, മരണത്തിന് വലിയ വേദനയാണ് ആയിഷ, ഇന്നലിൽ മൗത്തി ലസക്കറ, മരണത്തിന്റെ വേദന കഠിനമാണ്. മുത്തുനബി അവിടെ നിന്ന് തന്റെ ഭാര്യയോട് പോലും ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ചിന്തിക്കുക, അള്ളാന്റെ റസൂലിന്റെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ എന്റെയും നിന്റെയൊക്കെ ഗതി എന്താ ചിന്തിക്കാതെ? നമ്മൾ ഒരു ദിവസം മരിക്കുമല്ലോ. കണ്ണും തെള്ളി, മുഖവും കറുത്ത്, പോത്ത് കടന്ന് വിളിക്കണ പോലെ വിളിച്ചു കൂവി, വായിലും പതയും നരയും ഒലിപ്പിച്ച് കിടന്ന കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചത്തുപോകാന്ന് വെച്ചാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ മരണത്തിന്റെ വേദന ഒരു ദിവസം ഞാനും നിങ്ങളും അനുഭവിക്കണമല്ലോ. എന്തുണ്ട് നമ്മുടെ കയ്യിൽ? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? അല്ല നിന്നോട് കരുണ കാണിക്കാൻ നീ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്? നമ്മുടെ കയ്യിലൊന്നുമില്ല. ഉമ്മ, നിന്റെ കയ്യിൽ എന്തുണ്ട് ഉമ്മ? നീ പറയും സിറാജെ, പ്രസവത്തിന് ഉമ്മ അനുഭവിച്ച നീ എന്ത് ഉമ്മ ഇങ്ങനെ ആയിപ്പോയി? വല കേൾക്കുന്നില്ല ഉമ്മ. നീ പറയും പ്രസവത്തിന് മരണവേദനയാണ് ഉമ്മ, നീ അനുഭവിച്ചിട്ട് എന്തേ ഉമ്മ നന്നാകാത്ത? അതാ ചോദിക്കണത്. ഇത്രയൊക്കെ അനുഭവിച്ച് 3-4 പെറ്റ ഉമ്മ മരണവേദനയുടെ പകുതി വേദന അനുഭവിച്ചിട്ട് പോലും നീയൊക്കെ നന്നാകുന്നില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ്? എനിക്കറിയില്ലല്ലോ പ്രസവ വേദന എന്താണെന്ന്, പക്ഷെ പേടിയുണ്ടുമ്മ, നീ അനുഭവിച്ചിട്ട് നേരെയാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാൽ മരിക്കുന്നെന്നറിയില്ല. ഓരോ മനുഷ്യന്റെ മയ്യത്തുകൾ ഞാനും നിങ്ങളും കാണുന്നു, പക്ഷെ നന്നാകുന്നില്ല. എനിക്കറിയാം, എന്റെ വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ല. എന്റെ കാക്കാമാര് വാങ്ങിക്കൊടുത്ത 3 കഷ്ണം തുണി, അതല്ലാതെ എന്റെ ഉപ്പ ഒന്നും കൊണ്ടുപോയില്ല. ഒരു ദിവസം ഞാനും അങ്ങനെ പോകേണ്ടവന്. അതിനേക്കാളും വലിയ ഒരു ഉപദേശം ലോകത്തിന് തരാനില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ, മരണം അടുക്കുമ്പോ അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. ഇല്ലെങ്കിൽ ഈ ജീവിതം വെറുതെയായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കണം. അതാ മരണം. മയ്യത്ത് കാണാൻ വരുന്ന ഓരോരുത്തരും പറയണം, എന്തൊരു ചിരിയാവില്ല, എന്തൊരു മരണമാവില്ല. നാട്ടുകാര് പറയണം, പാപ്പ, അതാ മരണം. അല്ലാതെ നിന്റെ മുഖം കാണുമ്പോ പേടിച്ചിട്ട് മുഖം മക്കളെ കാണണ്ടടാ, ഉറങ്ങാൻ പറ്റൂലടാ, പേടിച്ചു പോകും എന്നല്ല മരണം. നിന്റെ മുഖം കാണുന്ന ഓരോ മനുഷ്യനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. അങ്ങനത്തെ ഒരു മരണം നിനക്ക് വേണമെങ്കിൽ അല്ല പറഞ്ഞു ഞാൻ തരാം. അല്ല പറഞ്ഞു ഞാൻ തരാം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന.